ഒരു പഠന മനോഭാവത്തോടുകൂടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ, ഒരു തുറന്ന മനസ്സോടുകൂടെ തിരുവെഴുത്തുകളിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഈ ആയുസ്സിന് വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നതാണ് നമ്മുടെ ധ്യാനത്തിനും ആലോചനയ്ക്കും തലക്കെട്ടായി നാം സ്വീകരിച്ചിരിക്കുന്ന ഭാഗം. അതിൽ നിന്ന് ഒരു മനുഷ്യ സമൂഹത്തെ മുഴുവൻ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തലത്തിലേക്കാണ് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ അധപ്പതിക്കുന്നത് എന്ന് വേദനയോടുകൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. രോഗിയുടെ ചരിത്രം മനസ്സിലാക്കാതെ രോഗത്തിന് മരുന്ന് കുറിക്കുന്നത് അപകടകരമായിരിക്കുന്നത് പോലെ തന്നെ ആത്മീയതയുടെ അനുഭവങ്ങളെ ആഴത്തിൽ പഠിച്ചാൽ ഇതിന്റെ വിജയം നിലകൊള്ളുന്നത് ആരാധനയുടെ കോലാഹലത്തിലല്ല, അനുതാപത്തിന്റെ കണ്ണുനീരിന് മുൻപിലാണ്. അനുതാപത്തിന്റെ കണ്ണുനീരില്ലാത്ത കേവലം ആരാധനയുടെ കോലാഹലങ്ങളായി ആത്മീയത അധപ്പതിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിറക്കാൻ തുടങ്ങുന്ന അടുത്ത നൂറ്റാണ്ടിന്റെ ആത്മീയതയെ കണ്ടുകൊണ്ട് പ്രസിദ്ധ ദൈവഭക്തനായ വില്യം ബൂത്ത് പറഞ്ഞ വാക്കുകൾ എന്റെ മുന്നിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും അറിയാം. അടുത്ത നൂറ്റാണ്ടിന്റെ ആത്മീയത എങ്ങനെയുള്ളതായിരിക്കും? പരിശുദ്ധാത്മാവില്ലാത്ത മതം, അനുതാപമില്ലാത്ത മാനസാന്തരം, വീണ്ടും ജനനമില്ലാത്ത രക്ഷാനിർണയം, നരകം പ്രസംഗിപ്പിക്കപ്പെടാത്ത സ്വർഗം, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര കുറിക്കൊള്ളുന്നതാണ്. അനുതാപം, കണ്ണുനീരൊഴുകുന്ന സന്ദേശം, അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്ന നരകത്തിന്റെ ദുരന്തങ്ങൾ വർണ്ണിക്കുന്ന, അതിന്റെ പശ്ചാത്തലത്തിൽ സ്വർഗത്തെ അവതരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഇല്ലാതാകുന്ന കാലഘട്ടം. ഈ പ്രത്യേക ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് എന്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് കണ്ണ് നനഞ്ഞ് സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് വിശ്രമമുറികളിലേക്ക് പോകുവാൻ ദൈവം ഒരുക്കുന്ന ഒരു വിലപ്പെട്ട സമയമായി ഈ സന്ദേശ സമയത്തെ നമ്മൾ കാണണം. ആയതുകൊണ്ട് തികച്ചും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒന്നിച്ച വചനത്തിന്റെ മുൻപിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ഭാഗം നിത്യത യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണല്ലോ. നരകം, സ്വർഗം, പുനരുത്ഥാനം, ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. സ്വർഗം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിന്റെ സാക്ഷ്യ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു. ഇവിടെ സ്വർഗത്തെ സംബന്ധിച്ച് കഴിഞ്ഞ രാത്രിയിൽ പരാമർശിച്ച വിഷയം നമ്മൾ ആരാണെന്ന് ഞാൻ മിനിഞ്ഞാന്ന് ഓർപ്പിച്ചു. നാം സ്വർഗീയ വിളിക്കോഹരിക്കാരാണ്. തുടർച്ചയായി വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതത്തെ ദൈവാത്മം പണിതെടുക്കുന്നത്. ഇന്നലെ ഓർപ്പിച്ച വിഷയം സ്വർഗസിംഹാസനം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഗൗരവമായി ഓർപ്പിക്കുന്നു. സ്വർഗസിംഹാസനം യാഥാർത്ഥ്യം തന്നെ. അതിന്റെ തെളിവുകളിലേക്കൊന്നും വിശദീകരിച്ച് ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ സെക്ഷൻ കോർട്ടുണ്ട്, ഇവിടെ ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്, ഇവിടെ ഹൈക്കോർട്ടുണ്ട്, ഇവിടെ സുപ്രീം കോർട്ടുണ്ട്. ഒന്നിനു മുൻപിൽ അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൗരന് മുകളിലേക്ക് പോകുവാൻ നിയമപരമായ നിബന്ധനകളോടുകൂടെ അനുവാദമുണ്ട്. ഇവിടെ താഴത്തെ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നോ അഥവാ ജില്ലാ കോർട്ടിന്റെ തലത്തിൽ നിന്നോ ഇവിടുത്തെ താഴത്തെ കോടതികളിൽ നിന്ന് എവിടെ നിന്ന് വിധി പുറപ്പെട്ടാലും ആ വിധി ബെഞ്ചിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാണ് പത്രങ്ങൾ നാം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പൽ കോടതിയുടെ വിധി ബെഞ്ചിന്റെ വിധിയാണ്, ജില്ലാ കോടതിയുടെ വിധി ബെഞ്ചിന്റെ വിധിയാണ്, ഹൈക്കോടതിയുടെ വിധി ബെഞ്ചിന്റെ വിധിയാണ്. എന്തുകൊണ്ടാണ് ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത്? അതിൽ പ്രധാനപ്പെട്ട തത്വമുണ്ട്. ഇത് സിംഹാസനത്തിൽ നിന്നുള്ള വിധിയല്ല. ഇനിയും ഏത് വലിയ കോടതി ഇന്ത്യയിൽ വിധിച്ചാലും ആ വിധിയെ അസാധുവാക്കാൻ കഴിവുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയുടെ സിംഹാസനത്തിന്റെ പരമാധികാരിയായിട്ടുണ്ട് എന്ന ഓർമ്മയാണ് ബെഞ്ചിന്റെ വിധി എന്ന വാക്ക് തരുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിൽ അതിനേക്കാൾ ശക്തമായ മറ്റൊരു സിംഹാസനം നിലകൊള്ളുന്നു എന്ന ഓർമ്മ ഇവിടുത്തെ കോടതികളുടെ ഭാഷ നമ്മെ ഓർപ്പിക്കുന്നെങ്കിൽ കോടതി ഭാഷയിൽ തന്നെ വിളിച്ചു പറയട്ടെ,
ഇവിടുത്തെ സകല രാജ്യങ്ങളുടെയും കോടതികൾക്ക് മുകളിൽ സകലത്തെയും ഭരിക്കുന്ന ഒരു സർവാധികാരിയുടെ സിംഹാസനമുണ്ട്. അത് മഹാദൈവത്തിന്റെ സിംഹാസനം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഓർമ്മിച്ചു. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. തല അധ്യായങ്ങളിൽ ജനതയുടെ കഷ്ടം പ്രവചിച്ചയാളാണ് യെശയ്യാ പ്രവാചകൻ. ഉസ്സിയ രാജാവിന്റെ മരണം തന്റെ കൺമുൻപിൽ കാണുകയാണ്. അയാൾ നിഗളിയായിരുന്നു. അദ്ദേഹം രാജകീയ ഭരണം നിർവഹിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകരുതായിരുന്നു. പക്ഷെ നിഗളിയായ മനുഷ്യനുണ്ടോ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ഉപദേശം പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ കഴിയുക? ചില അങ്ങനല്ലേ? കണ്ടു പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ, കൊണ്ട് പഠിക്കുന്നവനല്ല. ഇതാ മഹാപുരോഹിതനും പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞിട്ടും ഉസിയാവ് കടക്കരുതാത്ത സ്ഥലത്തേക്ക് കയ്യിൽ ധൂപകലശവുമായി കടന്നു. ദേവാലയത്തിൽ ഉസിയാവിന്റെ നിഗളത്തിന്റെ പ്രത്യക്ഷത നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസിയാവേ, നിനക്കിത് വിഹിതമല്ല എന്ന് പറഞ്ഞ പുരോഹിതന്മാർക്കെതിരെ അയാൾ കോപം കൊണ്ട് കലിച്ചു തുള്ളി. ദൈവസന്നിധിയാണെന്ന് ഓർക്കണം. ദൈവസന്നിധിയിലാണ് കലിച്ചു തുള്ളുന്നത്, കോപിക്കുന്നത്. ക്ഷണത്തിൽ ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. കയ്യിൽ കുഷ്ഠം പൊങ്ങിയാൽ കൈ അഴുകും. ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് കുഷ്ഠം പൊങ്ങിയാൽ ആ ഭാഗം അഴുകും. നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയാലോ ആ ഭാഗം അഴുകും. ഒടുവിൽ ദിവസം തോറും കഴിയും തോറും രോഗമൂർധന്യ അവസ്ഥയിലെത്തി. യെരൂശലേമിന്റെ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഉസ്സിയാവിന്റെ ഡെഡ് ബോഡി കല്ലറയിലേക്ക് നീങ്ങുന്ന ശോകപൂർണമായ അധ്യായം കണ്ടുകൊണ്ട് കരഞ്ഞിയ കണ്ണുകളോടുകൂടെ യെശയ്യാ പ്രവാചകൻ കർത്തൃസന്നിധിയിലേക്ക് മുഖമുയർത്തിയപ്പോൾ അവൻ കണ്ടു, ഇതാ ഒരു സിംഹാസനം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ മഹാദൈവം ഭരണചക്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സറാഫുകൾ, ബൈബിളിൽ അവിടെ മാത്രം കാണുന്ന ശ്രദ്ധേയമായ ദൂതന്മാരെ കുറിച്ചുള്ള പ്രസ്താവന, അവരെ ചുറ്റും നിന്നു. അവർ മുഖം മൂടി പറന്നു നിന്ന് പാദം മൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ദൈവസിംഹാസനത്തിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ജനതയ്ക്ക് കഷ്ടം പ്രവചിച്ച പ്രവാചകൻ സ്വന്തം മാറിൽ അടിച്ചുകൊണ്ട് എനിക്ക് കഷ്ടം, അയ്യോ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിന് മുൻപിൽ നിലവിളിച്ച് കരയുകയാണ്. ഈ സന്ദേശം നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ദൈവസിംഹാസനത്തിലേക്ക് ഉയർന്നാൽ മറ്റൊരുത്തന്റെ തെറ്റുകൾക്ക് നേരെ ആയിരിക്കില്ല നിങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് അനുതാപത്തോടെ നിലവിളിക്കുന്ന സമയമായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ചുരുക്കമായി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്ന്, സ്വർഗസിംഹാസനത്തിന്റെ ചിത്രം വിശദീകരിച്ചു. ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നത് സ്വർഗത്തിന്റെ കൗൺസിൽ മുറി. നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്യുക. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. സ്വർഗസിംഹാസനം അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, സ്വർഗത്തിന്റെ കൗൺസിൽ റൂം ഉണ്ടോ? നമുക്കറിയാം, വലിയ വലിയ കോടതികളിൽ ഒരു ജഡ്ജി തന്നെയല്ല വിധിക്കുന്നത്. ഒരു പറ്റം ജഡ്ജിമാർ സഹജഡ്ജിമാരോടൊപ്പമാണ് വിധി പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടിക്കൊണ്ടിരിക്കുന്ന കോസ്മോസിക് കോടതി, ഈ പ്രപഞ്ച കോടതി, ആ കോടതിയുടെ ജഡ്ജി ആയിരിക്കുന്ന മഹാദൈവം മാത്രമല്ല വിധിയുടെ ഉത്തരവാദി. അവിടെ ഒരു ആലോചനാ സംവിധാനമുണ്ട്. നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരല്പം അത്ഭുതമായി തോന്നും. ഏകാധിപത്യത്തിന്റെ മുൾമുനയിൽ നിന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ച ഭരിച്ച ഏകാധിപതികളെ പോലെയല്ല സ്വർഗത്തിന്റെ വിധി നടത്തൽ. അവിടെ ഒരുപറ്റം, ദൈവത്തിന് സ്തോത്രം, ആത്മമേഖലയിലെ ആലോചനാ സദസ്സുണ്ട്. ആ ആലോചനാ സദസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു തിരക്കഥ പോലെ ഈ ഭൂമിയുടെ ഭരണത്തിന്റെ പുറകിൽ തയ്യാറെടുക്കുകയാണ്. ഇവിടുത്തെ ഏതൊരു ഭരണവും കസേരയിലെത്തട്ടെ, അവർ അധികാരം നടത്തട്ടെ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സ്വർഗത്തിന്റെ തിരക്കഥ ഇവിടുത്തെ മനുഷ്യൻ നടപ്പിൽ വരുത്തുന്നല്ലാതെ ഭരണത്തിന്റെ തിരക്കഥ രചിക്കാൻ ഇവരെ കൊണ്ട് സാധ്യമല്ല. തിരശീലയ്ക്ക് പുറകിൽ ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ യിരെമ്യാ പ്രവചനത്തിലേക്ക് ക്ഷണിക്കുന്നു. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ്. സ്വർഗത്തിന് കൗൺസിൽ മുറിയുണ്ടോ? 23-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കുവാൻ തക്കവണ്ണം അവന്റെ ആലോചനാ സഭയിൽ നിൽക്കുന്നവൻ ആര്? അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആര്? യഹോവയുടെ വചനം
ശ്രദ്ധിച്ച് കേൾക്കുവാൻ തക്കവണ്ണം അവന്റെ ആലോചനാ സഭയിൽ, അവന്റെ കൗൺസിൽ റൂമിൽ നിൽക്കുന്നതാര്? സ്വർഗസിംഹാസനത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഒപ്പം അടിവരയിട്ട് കേൾക്കുക. സ്വർഗത്തിന് ഒരു കൗൺസിൽ മുറിയുണ്ട്. സ്വർഗത്തിന് കൗൺസിൽ മുറിയുണ്ടോ? അതൊരു യാഥാർത്ഥ്യമാണോ? തിരുവഴുത്തിൽ നിരവധി തെളിവുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. സ്വർഗത്തിന്റെ കൗൺസിൽ മുറിയിൽ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഭൂമിയിലെ ഭരണത്തിലും ലോകരാഷ്ട്രങ്ങളുടെ ഗതിവിഗതികളിലും നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും ഈ കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. നാളെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകണമോ? അടുത്ത യുദ്ധം തന്ത്രപ്രധാനമായ മേഖലകളിൽ ബോംബിംഗ് നടക്കണമോ? ആ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടണമോ? ആ യുദ്ധം വ്യോമയുദ്ധമാകണമോ? ആ യുദ്ധം ഏത് മണ്ണിനെ കത്തിച്ച് ചാമ്പലാക്കണം? ഇത് തീരുമാനമെടുക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളല്ല. അവർ ദൈവകരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇതിന്റെ മുഴുവൻ ഡിസൈൻ തയ്യാറാക്കി വെച്ചുകൊണ്ട് ആത്മലോകത്തെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിന്റെ കൗൺസിൽ മുറിയുണ്ട്. തെളിവ് ഒന്ന്, നിങ്ങളെ ഞാൻ തിരുവഴുത്തിലേക്ക് ക്ഷണിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. ഒപ്പം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം. അതിന് അവൻ പറഞ്ഞത് എന്തെന്നാൽ, നീ യഹോവയുടെ വചനം കേൾക്കുക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യം ഒക്കെയും അവന്റെ ഇടത്തും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. അപ്പോൾ ഒരാത്മാവ് മുൻപോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. അതിനാൽ ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായി ഫോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ മുൻപ് ഓർപ്പിച്ച വാചകത്തിലേക്ക് വരുന്നു. ഭൂമിയിൽ നടക്കുന്ന സകല സംഭവങ്ങളും സ്വർഗത്തിന്റെ കൗൺസിൽ റൂമിൽ തീരുമാനിച്ചതിന് ശേഷം നടപ്പിൽ വരുത്തുന്നതാണ്. അതാണ് സ്വർഗത്തിന്റെ കൗൺസിൽ മുറി. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വികടനായ രാജാവായിരുന്നു ആഹാബ് രാജാവ്. അവന്റെ ഭാര്യയായിരുന്നു പാപം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ മുൻപിൽ നിന്ന് കൊടുത്ത ഇസബേൽ. അവന്റെ ഭാര്യ ആഹാബിന്റെ ആഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നു ഇസബേൽ. ഈ ഇസബേലിനോടും ആഹാബിനോടും ഇസ്രായേൽ രാജാവായിരിക്കുന്ന നല്ല രാജാവ് യഹോശാഫാത്ത് സഖ്യം കൂടി. അരുതാത്തതാണത്, അത് സംഭവിച്ചു. എന്തായാലും വേണ്ടില്ല, ഈ ദുഷിച്ച കൂട്ടുകെട്ടിലൂടെ സമാധാനമായിരിക്കുന്ന ഗിലെയാദിലെ രാമോത്തിലെ ആളുകളെ ആക്രമിക്കാൻ ഇവർ രണ്ടുപേരും കൂടെ പദ്ധതി തീരുമാനിച്ചു. കാരണം മറ്റൊന്നല്ല, ഇവർ തമ്മിൽ ബന്ധുക്കാരാണ്. ബന്ധുക്കാർ ഒരുമിച്ച് കൂടി ആലോചിച്ചാൽ എന്ത് കാര്യവും നടപ്പിൽ വരുത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് ബന്ധുത്വത്തിന്റെ ബലത്തിൽ സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ ഒരു ഗൂഢാലോചന ഇപ്പോൾ രാജകൊട്ടാരത്തിന്റെ രഹസ്യ മേഖലയിൽ ഒരുങ്ങുകയാണ്. ഒരു കാര്യം ഓർക്കുക, എത്ര ബന്ധുബലത്തിൽ കാര്യങ്ങൾ ഗൂഢാലോചന ചെയ്താലും അന്തിമ വിധി പുറപ്പെടുവിക്കാൻ സ്വർഗത്തിന്റെ കരമാണ് തയ്യാറെടുക്കുന്നത്. ഒടുവിൽ സ്തോത്രം, യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയം എടുക്കുന്നു. ആ സമയം ഇസ്രായേൽ രാജാവായ യഹോശാഫാത്ത് രാജസദസ്സിൽ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ യഹോവയുടെ പ്രവാചകന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം മറ്റൊന്നല്ല, ആഹാബിന്റെ കയ്യാളുകളായി പിണയാളുകളായി നിൽക്കുന്ന പ്രവാചകന്മാരെല്ലാം യുദ്ധത്തിൽ വിജയിക്കുമെന്ന് നന്നായി പ്രവചിച്ചു കഴിഞ്ഞു. പണത്തിന് വേണ്ടി പ്രവചിക്കാൻ നടക്കുന്ന ഒരുപറ്റം ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. സ്തോത്രം, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജനത്തെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ആത്മീയതയുടെ മുഖം മൂടി ധരിച്ച ആട്ടിൻതോൽ അത് ധരിച്ച ചെന്നായ്ക്കളെ ആത്മീയ ലോകത്ത് നമുക്ക് നന്നായി കാണാം. അങ്ങനെ പ്രവചനം പൊടിപൊടിക്കുന്നു. 400 പ്രവാചകന്മാരാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രവചിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ ആഹാബിനും സഖ്യത്തിനും വിജയം ഉണ്ടാകും എന്ന്. ഈ സമയം ഇസ്രായേൽ രാജാവ് ചോദിച്ചു, യഹോവയുടെ പ്രവാചകന്മാരായി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ സമയം ആഹാബ് പറഞ്ഞു, ഒരുത്തനുണ്ട്, മിഖായാവ്. അവരെന്നെ കുറിച്ച് ഒരിക്കലും ഗുണം പറയില്ല. മുഖം നോക്കാതെ സത്യം പ്രവചിക്കുന്ന ഈ ദൈവദാസനെ ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. ഏതായാലും വേണ്ടില്ല, അവനെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങുന്ന ഒരു യുദ്ധം അതിഭയങ്കരമാണ്. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ
യഹൂദ കുടുംബം, ഇസ്രായേൽ കുടുംബം, ആഹാബ് കുടുംബം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. ഭാര്യ അതിഭയങ്കരമായ വിധത്തിൽ ചിതറി മരിക്കും. ഭർത്താവ് മരിക്കുന്ന സ്ഥലത്ത് ആ നായ്ക്കൾ രക്തം നക്കത്തക്ക വിധത്തിൽ ഏലിയാവ് മുതലായ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഈ രാജ കുടുംബത്തിൽ നിറവേറാൻ തുടങ്ങുകയാണ്. ഈ സമയം ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിരക്കഥയാണ്. യുദ്ധത്തിന്റെ പുറകിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഉറപ്പ് നൽകിക്കൊണ്ട് സ്വർഗത്തിൽ ഒരു ആലോചന കൗൺസിൽ ഉണ്ട് എന്ന ബോധ്യം നമുക്ക് തരികയാണ്. പ്രവാചകൻ പറയുന്നു, ഞാൻ ഒരു ആലോചന പറയാം. യഹോവയുടെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ദർശനം പറയുകയാണ്. ഒടുവിൽ യഹോവയുടെ സന്നിധിയിൽ നിന്നൊരു ചോദ്യം ഉയരുന്നു. ഗിലെയോദിലെ രാമോത്തിൽ വെച്ച് ആഹാബ് കൊല്ലപ്പെടത്തക്ക വിധം ആർ അവനെ വശീകരിക്കും എന്നതാണ് ചോദ്യം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒരു ദുരാത്മാവ് പുറപ്പെട്ടു വന്നു. ആ ദുരാത്മാവ് പറയുന്നു, ഞാൻ പോകാം. എങ്ങനെ സാധിക്കും? ആ ആത്മാവ് ഏതാണെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും ശരീരരഹിതമായ ഒരു ആത്മാവ് രംഗത്തേക്ക് സ്വർഗീയ സദസ്സിലേക്ക് പ്രവേശിച്ചു. ആ സ്വർഗീയ സദസ്സിലേക്ക് പ്രവേശിച്ച ആത്മാവ് പറഞ്ഞു, ഞാൻ പുറപ്പെട്ടു എന്നിട്ട് ആഹാബിന്റെ 400 പ്രവാചകന്മാരുടെ നാവിൽ ഒരുപോലെ ഘോഷിന്റെ ആത്മാവായിരിക്കും. ആത്മലോകം നമ്മുടെ തലച്ചോറിന്റെ ഭാവനയ്ക്ക് ഒതുങ്ങില്ല. 6000 ദുർഭൂതങ്ങൾ ഗദരദേശത്തെ ഒരു ഭൂതബാധിതന്റെ അകത്ത് ഒരേ സമയം, അതിനകത്ത് 2000 പന്നിക്കൂട്ടങ്ങളിൽ വിഭജിക്കപ്പെട്ട് കയറിയിട്ട് പോലും പന്നിക്ക് ലെവലില്ലാതെ പോയി. ഒന്നാമതേ പന്നിക്ക് ലെവലില്ല, ഇവത്തെ 2 എണ്ണം കയറിയ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം ചെറിയ ഡോസിനെ സഹിക്കാൻ പോലും ആ ജീവിക്ക് പോലും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ 6000 എണ്ണത്തെ ഒരുത്തൻ എങ്ങനെ സഹിച്ചു അറിയില്ല. എന്നാൽ 6000 എണ്ണം ഒരാളത്വത്തിനകത്ത്. അപ്പോൾ തന്നെ ഒറ്റ ദുരാത്മാവ് 400 പ്രവാചകന്മാരുടെ നാവിൽ ഒരേപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ആത്മലോകം നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഞാൻ ആ ഭാഗം വിടട്ടെ. ഒടുവിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ആ പ്രവചനം കൃത്യമായി ചരിത്രത്തിൽ നിറവേറി. നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ നടപ്പിൽ വന്ന ആഹാബിന്റെ മരണവും ആഹാബിന്റെ കുടുംബത്തിന്റെ ദുരന്തവും ആ രക്തച്ചൊരിച്ചിലും ആ യുദ്ധത്തിന്റെ ഗതിവിഗതികളും സ്വർഗത്തിന്റെ കൗൺസിൽ കൂടി ആലോചിച്ച് തീരുമാനിച്ചത് നടപ്പിൽ വരുത്തുകയായിരുന്നെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വിളിച്ചു പറയാൻ കഴിയണം, ഞാൻ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ണു കാണാത്തൊരു ദൈവത്തിന്റെ മുൻപിലല്ല. ഈ ഭൂമിയിലെ ഏത് യുദ്ധങ്ങളെയും പുറകിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിവുള്ള സ്വർഗീയ കൗൺസിലിന്റെ ഉടമസ്ഥന്റെ അപ്പന്റെ മക്കളാ ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറ, സ്വർഗ സിംഹാസനം മാത്രമല്ല, സ്വർഗത്തിനൊരു കൗൺസിൽ റൂം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ തെളിവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോക ചരിത്രത്തിലെ അതിപ്രധാന ജനവർഗമായ യഹൂദ ജനതയെ അടിമത്വത്തിലേക്ക് നയിച്ചിരിക്കുന്ന ബാബിലോൺ ഭരണകൂടം, അതിന്റെ ഭരണാധികാരിയായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ്, BC 480 ജീവിച്ചിരുന്ന ചരിത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് നേരിൽ പോയി കണ്ട് ആ കൊട്ടാര സമുച്ചയത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുന്നത് ആധുനിക കാലത്തെ ലണ്ടനെ പോലെയോ പാരീസിനെ പോലെയോ ഉന്നത പട്ടണങ്ങൾ പേർന്ന വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളെ പോലെയോ അതിനേക്കാൾ വലുതുമാണ്. 60 മൈൽ ചുറ്റളവിൽ സമചതുര ഖരവടിവമായി ഉയർന്നു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ തൂക്കുവനങ്ങളുള്ള ആ കൊട്ടാര സമുച്ചയം, കോടിക്കണക്കിന് രൂപ വില വരുന്ന മനോഹരമായ ആ പ്രത്യേക രത്നഖചിതമായ ദേവാലയവും ക്ഷേത്രാനുഭവങ്ങളുമുള്ള ആ വലിയ പുരാതന കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ മേടയിൽ ഇയാൾ ഒന്ന് ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയം അവന്റെ ഉള്ളിൽ ഒരു അന്തർഗത ഉയർന്നു. ഇത്ര മനോഹരമായ കനക കൊട്ടാരം, തങ്കക്കുടക്കെട്ടിടം, ഇതുപോലുള്ള മഹത്വം ആർക്ക് കിട്ടിയിട്ടുണ്ട്? എന്നിട്ട് തന്നിലേക്കൊന്ന് നോക്കി അഹന്തയുടെ ഭാഗമായി താൻ പറഞ്ഞു, ഞാൻ എന്റെ മഹത്വത്തിനായി, എന്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹതിയ ബാബിലോൺ അല്ലയോ? ഇത് വായിൽ നിന്ന് ഉതിർന്നു വീണപ്പോൾ തന്നെ സ്വർഗത്തിന്റെ കൗൺസിൽ തയ്യാറായി. അവിടെ നിങ്ങൾക്കറിയാം, വൃക്ഷദർശനം എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിലെ സംഭവത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ട് ഇത് സ്വർഗം കൂടിയിരുന്ന് ആലോചിച്ചതാണ്. എന്താ ആലോചിച്ചത്? മുൻപ്
4 കാലുള്ള കട്ടിലെ കിടത്തി ഒരിക്കൽ ദൈവം ദർശനം കൊടുത്ത് പഠിപ്പിച്ചതാണ് ഇവനെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ആ ദർശനമെന്ന്. അന്ന് അധികാര പ്രമത്തതയിൽ ഇരിക്കുന്ന സമയം ദൈവം ഒരു ബിംബ ദർശനത്തെ ഇവന് കാണിച്ചു കൊടുത്തു. എന്താ കാര്യം? 2 കാലിൽ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ കാര്യം പഠിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൗൺസിൽ ഉണ്ടെന്ന് ബിംബദർശനത്തിലൂടെ രാജാവിനെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തതാ. കാലം കുറെ കഴിഞ്ഞു. ഇപ്പോൾ അഹന്ത കൂടിയത് കൊണ്ട്, ദൈവത്തിന്റെ കരം മനസ്സിലാക്കാൻ സമയമെടുത്തത് കൊണ്ട് ദൈവനെ കാളയെ പോലെ പുല്ല് തീറ്റി. ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിലത്തുകൂടെ 4 കാല് പോലെ 2 കൈ കുത്തി എഴഞ്ഞിട്ട് പച്ചപ്പുല്ല് നേരിട്ട് കടിച്ചു പറിച്ച് കഴിക്കത്തക്ക വിധത്തിലുള്ള ഒരു മാനസിക രോഗം. ആ മാനസിക രോഗം ഇന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർ പേര് കൊടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ എഴുതിയതല്ല, സത്യസന്ധമായി എഴുതിയിരിക്കുകയാണ്. ആ മാനസിക രോഗം നിലവിലുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്നത്. ആ മാനസിക രോഗം ഇദ്ദേഹത്തെ ബാധിച്ചു. കാളയെ പോലെ പുല്ല് നിന്നു. 7 വർഷത്തെ പുല്ല് തീറ്റി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. എന്നിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വാക്യം ആ ഭാഗത്ത് നമ്മൾ ഭയത്തോടെ വായിക്കേണ്ടതായിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ 17-ാമത്തെ വാക്യം, ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. അപ്പോൾ കാളയെ പോലെ നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിയത് സ്വർഗത്തിന്റെ കൗൺസിൽ ഒരുമിച്ച് കൂടി ആലോചിച്ച് തീരുമാനമെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ മേൽ വിധി നടപ്പിൽ വരുന്നതിന് മുൻപ് സ്വർഗം കാര്യങ്ങളെ കുറിച്ച് ദൈവിക കൗൺസിലിൽ ആലോചിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ ആലോചന സഭയിലെ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതിന് സ്വർഗം സജ്ജമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, മസ്കറ്റിൽ വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റും പ്രളയവും ഉണ്ടായി. അതിൽ നേരത്തെ പ്രവചിച്ച ഒരു കർത്തദാസൻ, പെരുമ്പൊയ്യയിൽ രാജു എന്ന ഒരു റാന്നിക്കാരനായ സഹോദരൻ ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. വൈദ്യത ഗവേഷണാത്മകമായി ഇത് കണ്ടെത്തുന്നതിന് മുൻപ്, ശാസ്ത്രീയ നിരീക്ഷണ ഗവേഷണങ്ങൾ ഒന്നും അതിന്റെ പുറകിൽ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ദൈവദാസൻ ഒരു രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം അദ്ദേഹത്തിന്റെ ചെവിയിൽ മുഴങ്ങി. ഇന്ന മേഖല മുതൽ ഇന്ന മേഖല വരെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കൂടെ പ്രളയജലം കയറിയിറങ്ങുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. നീ ഈ സമൂഹത്തോടത് വിളിച്ചു പറയണം. റാന്നിയിൽ അദ്ദേഹം ഇന്നുമുണ്ട്. അദ്ദേഹം അത് പരസ്യമായി വിളിച്ചു പറഞ്ഞു. അതിന്റെ പുറകിൽ ആ ഗവൺമെന്റ് പ്രാരംഭമായി അദ്ദേഹത്തെ തടവിലാക്കി, നിരീക്ഷണത്തിന് ക്യാമറയ്ക്ക് ഉള്ളിലിരുത്തി. രാത്രിയിൽ അവിടുത്തെ ഉന്നത ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ടെത്തി. ഒടുവിൽ കുറ്റം കണ്ടുപിടിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നിരീക്ഷണ വിധേയമാക്കി വെറുതെ വിട്ടു. അവസാനം അദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെ ആ മേഖലയെ ഭീകരമായ പ്രളയം മൂടി. ഈ ദൂത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങൾ എത്ര ഭീകരമാണെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ ദൈവശബ്ദത്തിന് കാതോർക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവസിംഹാസനത്തിന് മുൻപിൽ സ്വർഗത്തിന്റെ കൗൺസിൽ ഒരുമിച്ച് കൂടി ആലോചിക്കുന്ന ആലോചന നടപ്പിൽ വരുന്നതിന് മുൻപ് പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ചെവിയിൽ തരാൻ ആ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം ഏകാധിപത്യത്തോടെ തീരുമാനമെടുക്കുന്നവനല്ല. തന്റെ വിശുദ്ധ പ്രവാചകന്മാരെ അറിയിക്കാതെ അവൻ ഒരു കാര്യവും ചെയ്യുകയില്ലെങ്കിൽ പ്രാർത്ഥിക്കാനും ദൈവശബ്ദം കേൾക്കാനും വ്യക്തികളുണ്ടോ? സ്വർഗത്തിന്റെ കൗൺസിലിന്റെ ആലോചന നിന്നെ അറിയിപ്പാൻ ആ കരം ഈ രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ കൗൺസിലിനെ സംബന്ധിച്ചല്ലേ. നമുക്കറിയാം, ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഭക്തന്മാർ ശ്രദ്ധിക്കണം. ജയിലിൽ നടയടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ നടയടി എന്ന് പറഞ്ഞാൽ? ഒരു കുറ്റവാളി അങ്ങോട്ട് ചെല്ലുക, വലത്തെ കാൽ വെച്ച് കയറുമ്പോ അടി, ഇടത്തെ കാൽ വെച്ച് കയറുമ്പോ അടി, 2 കാലും കൂടെ ഒരുമിച്ച് വെച്ച് കയറിയാൽ അതിനെക്കാട്ടിലടി. ഒന്ന് മുടിക്കാനാണോ മറ്റൊന്ന് പൊറുക്കാനാണോ? ഇതൊക്കെ ചോദിച്ചടി. എന്നാൽ നിങ്ങൾ നോക്ക്, സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധി പുറപ്പെടുവിച്ച ഒരു കക്ഷി കിടക്കുന്നു. ഒരു നടയടിയുമില്ല. ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ നിയമം. കാര്യം എന്താ? തൂക്കിക്കൊല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ പോവുക. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ പോകുന്നവൻ എന്തിനാ നടയടി? ഒരു കാര്യം ഓർക്കണം,
യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയതോടുകൂടെ നിത്യ നരകം നമുക്ക് മുൻപിൽ നിന്ന് വഴിമാറി. അതുകൊണ്ട് തന്നെ നിത്യ നരകത്തിൽ തൂക്കിക്കൊലയ്ക്ക് സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥിതിയിലല്ല എന്നെയും നിന്നെയും നിത്യതയ്ക്കായി ദൈവം ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ തന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഒരു ദൈവമൈതന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായാൽ ആ പാപം നിന്റെ പ്രാഗൽഭ്യം തകർക്കും, പ്രാർത്ഥനാ ജീവിതം മുരടിക്കും. ഈ സ്വർഗീയ കൗൺസിലിന് മുൻപിൽ നിന്റെ അടുക്കൽ നിൽക്കുന്ന സാത്താൻ അല്ലേ, കർട്ടനിട്ട് മൂടി കഥകടച്ച് ചെയ്യുന്ന ഏത് വഞ്ചനയും കുലപാതകവും ഏത് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ഒക്കെ സ്വകാര്യതയിൽ ചെയ്യുന്നെങ്കിലും നിന്റെ ഭിത്തിയേക്കാൾ അടുക്കൽ, നിന്റെ വസ്ത്രത്തെക്കാൾ അടുക്കൽ, നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേട് അടുത്തു നിന്ന് കാണുന്ന പൈശാചിക പ്രതിനിധി ദൈവസിംഹാസനത്തിന് മുൻപിലെത്തും. ചോദിക്കും, നീ നീതിമാനല്ലേ? ആന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നയാൾ രക്ഷാനിർണയം പ്രാപിച്ചവനല്ലേ? ഇന്ന സമയം അവൻ കാട്ടിയ സാമ്പത്തിക ക്രമക്കേട്, ഇന്ന സമയം അവൻ കാട്ടിയ അധാർമികത, ഇന്ന സമയം അവൻ കാട്ടിയ മ്ലേച്ഛത, അതിന് നീ ശിക്ഷ കൊടുത്തിട്ടില്ലല്ലോ. ഏതായാലും നിത്യ നരകം അവൻ ഒഴിവായല്ലോ. അതുകൊണ്ട് തന്നെ അവന് ശിക്ഷ കൊടുക്കാതെ ഇവിടെ എത്തിച്ചാൽ നീ നീതിമാനല്ല എന്ന് സ്വർഗത്തിന്റെ മുൻപിൽ എതിർവാദം സാത്താൻ ഉയർത്തുമ്പോൾ ദൈവം പറയും, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട് കൊള്ളിയല്ലേ, വാദം ഉയരും, നീ നീതിമാനല്ലേ, നീതിക്ക് മുൻപിൽ പാപം ശിക്ഷിക്കപ്പെടേണ്ടേ. ഉടനെ സ്വർഗത്തിന്റെ കൗൺസിൽ കൂടുകയായി. സ്വർഗം പറയും, ആ മകൻ എ എന്നവന് പേര് കൊടുക്കുന്നു, അവന്റെ സഭയിലെ ബി എന്ന പാസ്റ്റർക്ക് ഞാനൊരു നിയോഗം നൽകാൻ തുടങ്ങുകയാണ്. പാപത്തെ ബോധ്യമാക്കുന്ന പ്രസംഗം അടുത്ത ദിവസങ്ങൾ നടത്തണം. തിരക്കുകൾ ഒഴിയട്ടെ, കൊറോണ ആരംഭിക്കട്ടെ, വീട്ടിലിരിക്കട്ടെ, എന്റെ കുഞ്ഞിന് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് അനുദപിക്കാൻ അവസരം കൊടുക്കണം. പക്ഷേ തയ്യാറല്ല, വചനം കേൾക്കാനും തയ്യാറല്ല, ഇതിനു മുൻപിൽ ഇരിക്കാനും തയ്യാറല്ല. 3 മാസം സ്വർഗം അനുവദിക്കുമെന്നിരിക്കട്ടെ. 3 മാസം എന്ന കാലാവധി സ്വർഗത്തിന്റെ കൗൺസിൽ അനുവദിച്ചു കഴിഞ്ഞ് അനുതാപത്തിന് അവസരം എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും സാത്താൻ അവിടെ ചെല്ലുന്നു. നീ പറഞ്ഞില്ലേ അനുതാപത്തിന് അവസരം കൊടുത്താൽ അവൻ നന്നാകുമെന്ന്? ഇതാ നോക്കൂ, നന്നായിട്ടില്ലല്ലോ. അടുത്തതായി ബലഹീനതയിൽ തുടങ്ങുന്നു, രോഗത്തിൽ തുടരുന്നു. വീണ്ടും മാറ്റമില്ലെങ്കിൽ ശരീരത്തിന് ദൈവം വെച്ച ആയുസിന്റെ ദിനങ്ങളെ വെട്ടിക്കുറച്ചുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുന്ന ശിക്ഷാക്രമങ്ങൾ സ്വർഗത്തിന്റെ കൗൺസിൽ എന്റെയും നിന്റെയും മേൽ നടപ്പിൽ വരുത്തും. എങ്ങനെ? അനന്യാസഭീറമാർക്ക് അവസരം പൂർത്തിയാകുന്നതിന് മുൻപ് മരണം കൊണ്ട് ആയുസ് വെട്ടിക്കുറയ്ക്കപ്പെട്ടതുപോലെ തന്നെ. ഞാൻ ഇന്ന് രാത്രിയിൽ ഭയത്തോടെയാണ് ഈ ദൂത് പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിന്റെ കൊച്ചു തെറ്റുകളെ പോലും കാണുന്ന സർവശക്തന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഞാൻ ദൈവസിംഹാസനത്തിന് മുൻപിൽ ഭയത്തോടെ ജീവിപ്പാൻ എന്റെ ജീവിതത്തെ ഇന്ന് രാത്രി തരുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്. ഇത് കുട്ടിക്കളിയല്ല, ഇത് കഥ പറയുകയല്ല, ഇത് രാത്രിയിൽ പിച്ചും പേയും പറയുന്നത് പോലെ പിച്ചും പേയും വിളിച്ചു പറയുകയല്ല. വേദപുസ്തക തെളിവുകളുടെ വെളിച്ചത്തിൽ അടിവരയിട്ട് പറയുന്നു, ഭൂമിയിൽ നടന്ന ഒരു മനുഷ്യന്റെ മാനസിക രോഗം സ്വർഗം തീരുമാനിച്ചതാണെങ്കിൽ, ഭൂമിയിൽ നടന്ന ഒരു യുദ്ധത്തിന്റെ തിരക്കഥ സ്വർഗത്തിന്റെ കൗൺസിൽ പ്ലാൻ ചെയ്തതാണെങ്കിൽ, കൊറോണ ഉൾപ്പെടെ മഹായുദ്ധങ്ങൾ ഉൾപ്പെടെ സ്വർഗം അനുവദിച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നടപ്പിൽ വന്നിട്ടുള്ളത്. കർത്താവേ, അനുദപിക്കുവാനാണ് അവിടുന്ന് എനിക്ക് അവസരം തന്നിരിക്കുന്നതെങ്കിൽ, എന്റെ തിരക്കുകൾ ഒഴിഞ്ഞ് നിന്റെ സന്നിധിയിൽ അല്പ ദിവസങ്ങൾ കരയാൻ അവിടുന്ന് അവസരം തന്നിരിക്കുന്നെങ്കിൽ, ഇത് ബോധപൂർവം ഒഴിവാക്കിയിട്ട് ഇതിൽ വലിയ വിധി എന്റെ മേൽ വരാനിടയാകരുതേ. എന്നെ ഞാൻ തരുന്നെന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ആ 2 കരങ്ങളും മലർത്തി പിടിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരുടെയും കണ്ണുകൾ കർത്തൃസന്നിധിയിൽ അടയട്ടെ. ഈ ദൂത ഈ പുൾപിറ്റിൽ നിന്നും നിങ്ങളുടെ അടുക്കലേക്ക് പറന്നെടുക്കുകയാണ്. നിങ്ങളുടെ ചെവിയിലേക്ക് ഈ ദൂത ആഞ്ഞലയ്ക്കുകയാണ്. ഇവാൻ റോബർട്ട് ലോകം കണ്ട കരുത്തുറ്റ ദൈവഭൃത്യൻ. ആ ദൈവഭൃത്യൻ ഒരിക്കൽ തന്റെ പിതാവിന്റെ ശവമടക്ക് വേളയിൽ പ്രസംഗിച്ചു. പ്രസംഗ സമയം അതിഭയങ്കരമായ ദൈവസാന്നിധ്യം വ്യാപരിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് വെർണബർട്ടിന്റെ കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ശുശ്രൂഷിച്ച ദേവ ആരാധനാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിട്ടിറങ്ങുമ്പോൾ 30,000 പേർ ഒറ്റ യോഗത്തിൽ പങ്കെടുത്തിരുന്നു.
ദൈവശക്തിയുടെ വ്യാപാരത്താൽ പ്രസംഗ മേഖലയിൽ ജനങ്ങൾ അനുതാപത്തോടെ കവിണ് വീടുമായിരുന്നു. ഒരു സുവിശേഷകൻ അദ്ദേഹത്തിന്റെ പുറകെ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് തട്ടി വിളിച്ചുകൊണ്ട് ഇവാൻ റോബർട്ടിനോട് ചോദിച്ചു, സർ, എനിക്ക് വേണ്ടി 1 മിനിറ്റ്. ഇവാൻ റോബർട്ട് തിരിഞ്ഞു നിന്നു. ഇത്ര ശക്തമായി അങ്ങ് ഉപയോഗിക്കപ്പെടുന്നു ദൈവകരങ്ങളിൽ. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും പ്രയോജനപ്പെടുന്നില്ല. എന്താണ് കാരണം? ഇവാൻ റോബർട്ട് ടിപ്പുകളൊന്നും പറഞ്ഞില്ല. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അവസാനമായി സ്വന്തം തെറ്റിനെ ഓർത്ത് ഒറ്റയ്ക്ക് അലറിക്കരഞ്ഞിട്ട് എത്ര നാളായി? ഇവാൻ റോബർട്ടിന്റെ ചോദ്യം ഇന്നും പ്രസക്തമാണ്. വൈകാരികതയിൽ ജനത്തെ ഇളക്കുന്ന ശുശ്രൂഷകളല്ല, അനുതാപത്തോടെ അലറിക്കരയത്തക്ക വിധം ജനത്തെ ഒരുക്കുന്ന സന്ദേശമാണ് ദൈവാത്മാവ് ക്ഷണിക്കുന്നത്. കർത്താവേ, എന്റെ ജീവിതത്തെ നിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ജീവിക്കത്തക്ക വിധം ഇന്ന് രാത്രി ഒരുക്കുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ 2 കൈകളും മലർത്തിപ്പിടിച്ച് കർത്താവിനോട് ഇരിക്കുന്ന ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ദൈവമേ, ഈ ദൂത് കേട്ട് വിശ്രമത്തിനായി കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ കൈമാറുന്നു. ദൈവസിംഹാസനത്തിന് മുൻപിൽ ഭയത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആനന്ദം എൻ ജീവിതത്തിലെ യേശുവേ.